ഹായ് എവ്രിവൺ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് പാർട്ട് 1 വീഡിയോ ആണ്, കാരണം ഒരുപാട് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഇതിൽ ഞാൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അത് കൂടാണ്ട് തന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ സിമ്പിളായിട്ട് എടുക്കണം എന്ന് കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ മാത്രമല്ല, ലാസ്റ്റ് ചാപ്റ്ററിലത്തെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചില ആൻസേഴ്സൊക്കെ ടെക്സ്റ്റിനേക്കാളും നന്നായിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിയെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. ഇത് ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഞാൻ പേജ് നമ്പറും പിന്നെ അതേപോലെ തന്നെ ചാപ്റ്ററിൻ്റെ പേരൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് കാണിച്ചു തരാം. ഈ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ നിങ്ങൾ ആ പേജ് നമ്പർ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചാപ്റ്ററിൻ്റെ പേരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് നമ്മൾ. അപ്പം ഈ ടെക്സ്റ്റ് ബുക്കിലത്തെ പേജ് നമ്പർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഹിയർ ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ ബിസിനസ് എക്കോസിസ്റ്റം? ഇത് വരുന്നത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഒരു പേജ് നമ്പർ 266 പേജ് നമ്പറിൽ വരുന്നുണ്ട് എന്താണ് ബിസിനസ് എക്കോസിസ്റ്റം എന്ന്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. Business ecosystem is the network of organizations which include suppliers, distributors, customers, competitors, government agencies, and so on, which are involved in the delivery of a specific product or service ത്രൂ ബോത്ത് കോമ്പറ്റീഷൻ ആൻഡ് കോപ്പറേഷൻ. അതായത് ബിസിനസ് എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഓർഗനൈസേഷൻ, അതായത് കുറച്ചധികം ഓർഗനൈസേഷൻസിൻ്റെ ഒരു നെറ്റ്വർക്കാണ്. അതിൽ സപ്ലയേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ്, പല ഓർഗനൈസേഷനിലെ അവർ പരസ്പരം ഉള്ളവർ കേട്ടോ. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും ഉൾപ്പെടുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ബിസിനസ് എക്കോസിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരെന്താണ്, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇവിടെ ഇവർ എയിം ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കോമ്പറ്റീഷനിലൂടെയും കോർപ്പറേഷനിലൂടെയും ഇവരെന്തെവിടെ ചെയ്യുന്നുണ്ട്, ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ ചെയ്യുന്നുണ്ട്. സോ അതാണ് ബിസിനസ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം ബിസിനസ് എക്കോസിസ്റ്റം can be defined as a strategic planning model popular since the development of information technology, whereby a network of suppliers, distributors, competitors and customers all work through competition and cooperation. ഇവിടെ എല്ലാവരും മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിൽ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടത്തെയാണ് നമ്മൾ ബിസിനസ് എക്കോസിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഒരുമിച്ച് കോമ്പറ്റീഷനിലൂടെയും കോർപ്പറേഷനിലൂടെയും വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ബിസിനസ് എക്കോസിസ്റ്റം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ്? ഇത് വരുന്നത് 11th ചാപ്റ്റർ തൊട്ട് മുന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിലാണ്. 202 ആണ് പേജ് നമ്പർ വരുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ കേട്ടോ. സോ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്താണെന്ന് നോക്കാം. Corporate citizenship refers to the set of activities or responsibilities of an organization that help them make a positive contribution to society in general. അതായത് നമ്മളിപ്പം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരു സൊസൈറ്റിയിലാണ് അത് നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി എല്ലാ ഓർഗനൈസേഷൻസിനും ഉണ്ട്. അപ്പം ആ ഒരു സൊസൈറ്റിയിൽ നിലകൊള്ളുന്ന ടൈമിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എക്കണോമിക്കലി ഓർ എൻവയോൺമെൻ്റലി സോഷ്യലി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക സൊസൈറ്റിയിലേക്ക്. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിസിനസ് എത്തിക്സ് ആണ്. ഇത് വരുന്നത് നമ്മുടെ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നെയാണ്. 177 ആണ് പേജ് നമ്പർ കേട്ടോ. So, business ethics is the application of general ethical rules to business behavior. Business ethics are rules of business by which propriety of business activity may be judged. Ethics is a conception of rights and wrong behavior, defining for us when our actions are moral and when they are immoral. എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. അതായത് എന്താണ് റൈറ്റ്, എന്താണ് റോങ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് പറയുന്നതാണ് എത്തിക്സ്. സോ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പം ആ കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതാണ് ബിസിനസ് എത്തിക്സ്. ഞാൻ അതിനൊരു ബെറ്റർ ലൈൻ പറഞ്ഞുതരാം. നമ്മുടെ
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ, ആ ചാപ്റ്ററിലും അതായത് പേജ് നമ്പർ 216 പറയുന്നുണ്ട് CSR ആൻഡ് എത്തിക്സ് ഇൻ ബിസിനസ്സിനെ. അപ്പം അവിടെ ഉണ്ട് എത്തിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ലൈനും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതായത് എത്തിക്സ് ആർ കോഡ്സ് ഓഫ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ ദ ആക്ഷൻ ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിഗാർഡിംഗ് വാട്ട് ഈസ് റൈറ്റ് വേഴ്സസ് വാട്ട് ഈസ് റോങ്. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതിനേക്കാളും സിമ്പിളായിട്ട് വേണമെങ്കിൽ ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു ദ അപ്ലിക്കേഷൻ ഓഫ് കോമൺ എത്തിക്കൽ കൺസെപ്റ്റ്സ് ടു ബിസിനസ്. എത്തിക്കൽ കൺസെപ്റ്റ്സ് എന്താണെന്ന് നമുക്കറിയാം, എന്താണ് റോങ് എന്താണ് റൈറ്റ് എന്ന് കാണിക്കുന്നതാണ് എത്തിക്കൽ കൺസെപ്റ്റ്സ്. അത് നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ബിസിനസ് എത്തിക്സ് ആവുന്നത്. സോ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് എത്തിക്സ് എന്ന് പറയണം, അതിനുശേഷം ബിസിനസ് എത്തിക്സിലോട്ട് വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈൻ ഓർഗനൈസേഷൻ? നമ്മുടെ ഓർഗനൈസിങ് ചാപ്റ്ററിലാണ് വരുന്നത്, പേജ് നമ്പർ 83. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഒരു ടൈപ്പാണ് കേട്ടോ ഇത്, ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യം എഴുതിക്കോളൂ. ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. Under this form of organization, the line of authorities flows vertically from the top most executive to lowest subordinate throughout of the organization structure. അതായത് ടോപ്പ് ലെവലിൽ നിന്ന് നമ്മുടെ ലോവർ ലെവൽ, ഏറ്റവും താഴെയുള്ള ലെവലിലോട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ആ ഒരു ഓർഗനൈസേഷൻ ലെവലാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അതോറിറ്റി താഴോട്ട് വരുന്നു, ടോപ്പിൽ നിന്ന് താഴോട്ട് വരുന്നു, അതാണ് ലൈൻ ഓർഗനൈസേഷൻ. ഇറ്റ് ക്ലിയർലി ഐഡന്റിഫൈസ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി അറ്റ് ഈച്ച് ലെവൽ. അതോറിറ്റി ആരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക? ടോപ്പ് ലെവലിൻ്റെ കയ്യിലായിട്ട് ഉണ്ടാവുക. പിന്നെ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ആണ് താഴെയുള്ള ലെവലുകാരുടെ ഉണ്ടായിരിക്കുക. കാരണം അവരാണ് അക്കൗണ്ടബിൾ ചെയ്യേണ്ടതും തന്നെ അതിന് ആൻസറബിൾ ചെയ്യേണ്ടതും താഴെയുള്ള ലെവൽസ് ആണ്. അപ്പോൾ ആ കറക്റ്റ് ഫ്ലോ, ടോപ്പ് മിഡിൽ ലോവർ, ആ ഒരു ഫ്ലോനെയാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 kinds ഓഫ് ലൈൻ ഓർഗനൈസേഷൻസ് ഉണ്ട് എന്ന് കൂടി മെൻഷൻ ചെയ്യുക. പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ലൈൻ ഓർഗനൈസേഷൻ. 2 മാർക്ക് ആയതുകൊണ്ട് ഇത് നിങ്ങൾ ഈ 2 നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ലൈൻ ഓർഗനൈസേഷൻ, അതിൻ്റെ അവിടെ 2 കൂടി ഉണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു വെച്ചാൽ മതി. സമയം കളയാൻ നിൽക്കണ്ട, കാരണം 2 മാർക്കേ നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് മോഷൻ സ്റ്റഡി എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ അതിൽ വരുന്നതാണ്, പേജ് നമ്പർ 22 വരുന്നുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് സ്റ്റഡി നമുക്ക് കാണാൻ സാധിക്കും. ടൈം സ്റ്റഡി ഉണ്ട്, ഫാറ്റിക് സ്റ്റഡി ഉണ്ട്, ഇതേപോലെ നമ്മുടെ മോഷൻ സ്റ്റഡി ഉണ്ട്, വർക്ക് സ്റ്റഡി ഉണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം മോഷൻ സ്റ്റഡി ചോദിച്ചുകൊണ്ട് ഈ വട്ടം വേറെ ഏതെങ്കിലായിരിക്കും ഫാറ്റിക് സ്റ്റഡിക്ക് എന്ന് തോന്നുന്നു എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ അതാ സ്റ്റഡി, ഈ ഒരു പേജ് പഠിക്കുമ്പോൾ ആ സ്റ്റഡികൾ മൊത്തം ഒന്നും കൂടി ഒന്ന് ഓടിച്ച് നോക്കിക്കോളൂ. അപ്പോൾ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് മൂവ്മെന്റ്സ് ഇൻ പാർട്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡൂയിങ് എ വർക്ക്. Thereby unnecessary movements are eliminated while doing a work. അതായത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ അൺനെസസറി ആയിട്ടുള്ള വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ആ വർക്ക്, ആ ഒരു മൂവ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. മോഷൻ മീൻസ് മൂവ്മെന്റ്. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, കറക്റ്റ് വേയിലാണോ മൂവ് ചെയ്യുന്നത്, ഏതെങ്കിലും അൺനെസസറി വർക്ക് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഇങ്ങനെ ആ ഒരു മൂവ്മെന്റ് ഓഫ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഫാറ്റിക് സ്റ്റഡി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇറ്റ് ഷോസ് ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് എ വർക്ക്. ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇത്ര സമയം വേണം. അപ്പോൾ അതിൽ എത്ര സമയം ഇൻ്റർവെൽ കൊടുക്കാം, എത്ര സമയം ഫ്രീ ടൈം കൊടുക്കാം, ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ എത്ര സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഫാറ്റിക് സ്റ്റഡിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടൈം സ്റ്റഡി എന്ന് പറഞ്ഞാലോ ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എ ടൈം എ മൂവ്മെന്റ് ടേക്സ് ടു കംപ്ലീറ്റ്. ഒരു കാര്യം ചെയ്തു തീർക്കാൻ വേണ്ട കൃത്യമായിട്ടുള്ള സമയം എത്രയാണ് എന്നുള്ള സ്റ്റഡിയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡികളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയ ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് കഴിഞ്ഞ വട്ടം വന്നിരിക്കുന്നത് മോഷൻ സ്റ്റഡിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് മീൻ ബൈ കൺട്രോൾ ബൈ എക്സംഷൻ? ഇത് ഒരുപാട് കുട്ടികൾക്ക് അന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൺട്രോൾ ബൈ എക്സംഷൻ ആർക്കും കിട്ടുന്നുണ്ടായില്ല. പക്ഷെ ഇത് എന്താണ്, മാനേജ്മെന്റ് ബൈ എക്സംഷൻ ഇല്ലേ, അതായത് MBE, അതിൻ്റെ വേറൊരു പേരാണ് കൺട്രോൾ ബൈ എക്സംഷൻ കേട്ടോ. അപ്പം നിങ്ങൾ ഡൗട്ട് അടിക്കരുത്, കുറേ കുട്ടികൾ ഗസ് അടിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാനേജ്മെന്റ് ബൈ എക്സംഷൻ്റെ വേറൊരു പേരാണ് ആക്ച്വലി. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ്, പേജ് നമ്പർ 55. മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ. Management by exception is an employee empowerment and management style, policy or philosophy wherein managers intervene only when their employees fail to meet their performance standards or when things go wrong.
അതായത് ഇപ്പോൾ നമ്മുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഫെയിലായി, ചെയ്യേണ്ട കാര്യം മര്യാദയ്ക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാനേജേഴ്സ് ഇൻ്റർവെൻ ചെയ്യും. മാനേജേഴ്സ് അതിൽ ഇടപെടും. ഇങ്ങനെയാണോ ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഇടപെടുന്ന മാനേജേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിൽ അവരുടെ കൂടെ ഉണ്ടാവും. ആ ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എപ്പോഴെങ്കിലും എംപ്ലോയീസ് അവരുടെ വർക്ക് അല്ലെങ്കിൽ പെർഫോമൻസ് ഫെയിൽ ടു മീറ്റ് ദെയർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഓർ വെൻ തിങ്സ് ഗോ റോങ്, തെറ്റായിട്ട് സംഭവിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി മാനേജേഴ്സ് അതിൽ ഇടപെടും. ഓക്കെ, അതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ ഓർ കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മീനിങ് ഓഫ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ചാപ്റ്ററിലാണ് വരുന്നത്, പേജ് നമ്പർ 130. ക്രോസ് വൈസ് എന്നതിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, ക്രോസ് വൈസ് ഓർ ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ സോർട്ട് ഓഫ് ഹൈബ്രിഡ് ബിറ്റ്വീൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് എ ഡയറക്റ്റ് ഡയലോഗ് ബിറ്റ്വീൻ എംപ്ലോയീസ് ഓഫ് ഡിഫറിംഗ് റാങ്ക്സ് ഹൂ ആർ നോട്ട് ഇൻ ദ സെയിം ചെയിൻ ഓഫ് കമാൻഡ്. അതായത് ഒരേ ലെവലിലുള്ള ആൾക്കാരൊന്നും ആവണമെന്നില്ല, ഒരേ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരാവണമെന്നില്ല, പല തലത്തിൽ എടുക്കുന്ന ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ മൈറ്റ് കൊളാബറേറ്റ് വിത്ത് എ മാർക്കറ്റിംഗ് മാനേജർ. മാർക്കറ്റിംഗ് മാനേജർ ഒരു തലത്തിൽ കിടക്കുന്ന ആളാണ്, ഒരു ഫീൽഡിൽ കിടക്കുന്ന ആളാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പർ മറ്റേ അറ്റത്ത് കിടക്കുന്ന ആളാണ് അല്ലേ. സോ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, ഡയഗണൽ കമ്മ്യൂണിക്കേഷനായി. ഈ ഒരു എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇത് എഴുതിക്കോളൂ കേട്ടോ. നിങ്ങൾ ഡയഗണലിൽ ചോദിക്കുമ്പോൾ ഇത് എഴുതാൻ ശ്രമിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ MBO? അപ്പം MBO വരുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്, പേജ് നമ്പർ 41 വരുന്നത്. അപ്പം MBO എന്നുള്ള ടേം കൊണ്ടുവരുന്നത് പീറ്റർ ഡ്രക്കറാണ്. 1964 ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ദിസ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ മെത്തേഡ് ഓഫ് പ്ലാനിങ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, അപ്രൈസിങ് പെർഫോമൻസ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അതായത് നമ്മുടെ ഏതൊരു ഓർഗനൈസേഷനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും ഇല്ലേ. മിക്കവാറും എന്താണ്, പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. അതന്നെയാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും, ഒരു സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും, ദെൻ ആ പെർഫോമൻസ് നമ്മൾ അപ്രൈസ് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും ഇല്ലേ. അങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. സോ അതിനെയാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. നിങ്ങൾ സിമ്പിളായിട്ട് ഇതേപോലെ ആ ഒരു ടേമിൽ നിന്ന് പഠിക്കണം കേട്ടോ, ടച്ച് ചെയ്ത് പഠിക്കണം. ഇറ്റ് ഈസ് ആൻ അപ്രോച്ച് ആൻഡ് ഫിലോസഫി വിത്ത് ദ ബേസിക് എംഫസൈസ് ഓൺ സ്പെസിഫൈങ് ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. നമുക്ക് ഏത് ഒബ്ജക്റ്റീവാണോ അച്ചീവ് ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ അതിവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലാനിങ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, അപ്രൈസിങ് പെർഫോമൻസ് ആൻഡ് മോട്ടിവേറ്റിംഗ്. ദെൻ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് ഫൈനലി എത്തുന്നു. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യുന്നു. അപ്പോൾ അതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിന് മാനേജ്മെന്റ് ബൈ റിസൾട്ട്സ് എന്നൊക്കെ പിന്നീട് മോഡിഫൈ ചെയ്തിട്ടുള്ള ടേം ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് MBO എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു യു നോ അബൌട്ട് ചേഞ്ച് മാനേജ്മെന്റ്? ഇത് വരുന്നത് നമ്മുടെ എമേർജിംഗ് കൺസെപ്റ്റ്സ് ലാസ്റ്റ് ചാപ്റ്ററിലാണ്, പേജ് നമ്പർ 245 കേട്ടോ. ചേഞ്ച് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ്, tool or techniques to manage the people side of business change to achieve the required business outcome and to realize that business change effectively within the social infrastructure of the workplace. അതായത് ഏതൊരു ബിസിനസ്സിലാവുമ്പോഴും ചേഞ്ചസ് ഉണ്ടാവും ഇല്ലേ. നമുക്ക് ഒന്നാമത് ഡൈനാമിക് ആണ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഏത് സമയത്തും എന്ത് വേണമെങ്കിലും നമ്മൾ ഓർഗനൈസേഷൻ ഡൈനാമിക് ആണ്. ഡൈനാമിക് ഇൻ നേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഫീച്ചർ. കാരണം ഏത് സമയത്തും എന്ത് ചേഞ്ചസ് വേണമെങ്കിലും സംഭവിക്കാം. സോ അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാനും അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ അതുമായിട്ട് ആ ഒരു ചേഞ്ചിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സംഭവമാണ് ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അത് ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ പ്രോസസ് അല്ലെങ്കിൽ ടെക്നിക്കിനെയാണ് നമ്മൾ ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ചേഞ്ച് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു മാനേജ് ദ പീപ്പിൾ സൈഡ് ഓഫ് ദ ബിസിനസ് ചേഞ്ച് ടു അച്ചീവ് ദ റിക്വയർഡ് ബിസിനസ് ഔട്ട്കം. അതായത് നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു എന്താ പറയുക ബിസിനസ് ഔട്ട്കം നല്ല രീതിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ചേഞ്ച് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ലെവൽസ് ഓഫ് ചേഞ്ച് മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്,
റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് സെൻട്രലൈസേഷൻ. അപ്പം മെറിറ്റ്സാണ് ചോദിച്ചിരിക്കണേ. നമുക്ക് ആദ്യം എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറയണം, അതിനുശേഷം മെറിറ്റ്സ് പറയാം കേട്ടോ. ഇങ്ങനെ മെറിറ്റ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണോ ആ ടേം അതാദ്യം എഴുതിയതിന് ശേഷം സബ് ഹെഡിങ് ആയിട്ട് മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്നൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് ആ പോയിന്റിലേക്ക് വരാൻ ശ്രമിക്കാം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പം സെൻട്രലൈസേഷൻ വരുന്നത് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്, പേജ് നമ്പർ 93. സെൻട്രലൈസേഷൻ റെഫേഴ്സ് ദ റീറ്റൻഷൻ ആൻഡ് concentration of authority of decision making at higher or top level of management. ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഡിസിഷൻ എടുക്കുന്നു, അവരുടെ കയ്യിലായിരിക്കും അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രലൈസേഷൻ പവർ എപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ കയ്യിലായിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് ദ മെജോറിറ്റി ഓഫ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. മെജോറിറ്റി ഡിസിഷൻസ് എടുക്കുന്നത് ആരായിരിക്കും? ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. ആൻഡ് നോട്ട് അറ്റ് വർക്ക് പ്ലേസ് വേർ വർക്ക്സ് ആർ പെർഫോംഡ്. നമുക്ക് മെറിറ്റാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മെറിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ആക്ച്വലി അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടാ ഉള്ളത്. അഡ്വാൻറ്റേജ് മെറിറ്റ് സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് 2 പോയിന്റ് നിങ്ങൾ മെറിറ്റ് ആക്കിയിട്ട് എഴുതുക. സ്റ്റാൻഡർഡൈസേഷൻ, അങ്ങനെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രം ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടായിരിക്കും അതിൽ, അല്ലേ? ദെൻ എ ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ്. പലരും പല വഴിയല്ല ഡിസിഷൻസ് പറയുന്നത്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് മാത്രമാണ് ഡിസിഷൻ പറയുന്നത്. താഴെയുള്ള ലെവലിലെ ആൾക്കാർ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ അടുത്താണ് എന്ത് ചെയ്യേണ്ടത്? ആൻസറബിൾ ആയിരിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് കറക്റ്റ് ആ ഒരു ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ എന്നാണ്. ഗ്ലോബലൈസേഷൻ ഇൻ ബിസിനസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ കുറച്ച് ബോർ ഹാൻഡ് റൈറ്റിംഗ് ആണ്, ഞാൻ വായിച്ചുതരാം. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എമംഗ് ദ പീപ്പിൾ, കമ്പനീസ് ആൻഡ് ഗവൺമെൻറ് ഓഫ് ഡിഫറെൻറ്റ് എഴുതിയിട്ടുള്ളൂ ഞാൻ, ഡിഫറെൻറ്റ് നേഷൻസ്. എ പ്രോസസ് ഡ്രിവൺ ബൈ ഇൻ്റർനാഷണൽ ട്രേഡ് ബൈ ഇൻഫോർമേഷൻ ടെക്നോളജി, IT എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പം പല എന്താ പറയുക രാജ്യങ്ങളിലുള്ള ഓർഗനൈസേഷൻസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പല ട്രേഡിന് വേണ്ടിയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യത്ത് നിന്ന് ആ രാജ്യത്തോട്ട് എംപ്ലോയീസിനെ കൈമാറുന്നു, അല്ലെങ്കിൽ ഈ രാജ്യത്തും ആ രാജ്യത്തുള്ള കമ്പനീസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അപ്പം അതൊക്കെ ഇന്ത്യൻ ഹെൽപ്പോട് കൂടിയിട്ടാണ്, IT ഇൻഫോർമേഷൻ ടെക്നോളജീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇപ്പോൾ പല ഇൻട്രാക്ഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയാം. ഒരു രാജ്യത്ത് മാത്രം തങ്ങി നിൽക്കാതെ പല രാജ്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻട്രാക്ഷനെയാണ് ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് ഇറ്റ് ഇൻക്രീസ് ദ സൈസ് ഓഫ് ഗ്ലോബൽ മാർക്കറ്റ്, അപ്പോൾ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സൈസ് അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് അലൗസ് മോർ ആൻഡ് ഡിഫറെൻറ്റ് ഗുഡ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ഫോർ ചീപ്പർ പ്രൈസസ്. അങ്ങനെ ഇതിലൂടെ പലതരത്തിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് വിൽക്കുകയും നമുക്ക് ചെയ്യുന്നത് കാണാം. എങ്ങനെ? വിത്ത് ചീപ്പർ പ്രൈസ്, വളരെ ചീപ്പറായിട്ടുള്ള പ്രൈസിൽ ഇങ്ങനെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും വിൽക്കുകയും നമുക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം ചൈനയുടെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കറിയാം ചൈനീസ് പ്രൊഡക്ട്സ് ഒക്കെ വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും എന്നറിയാം, ഇല്ലേ? അപ്പോൾ അതൊക്കെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അതിനെയാണ് ഗ്ലോബലൈസേഷൻ ഇൻ ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് മെൻ്റൽ റെവല്യൂഷനാണ്. അത് ആ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഇല്ലേ, ആ ഒരു ഏരിയയിലാണ് വരുന്നത്. അതും സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറയുമ്പം ദിസ് ഈസ് എ ടെക്നിക് ഓഫ് ബിസിനസിൻ്റെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയാം. ഇൻവോൾവ്സ് എ ഷിഫ്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് ടുവേർഡ്സ് ഈച്ച് അതർ. The aim of both should be improve and boost the profits of the organization. അതായത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആയാലും വർക്കേഴ്സിൻ്റെ ആയാലും ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവരുന്നു. എപ്പോഴും ഒരേ രീതിയിൽ പോകാണ്ട് ഇടയ്ക്കൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ മെൻ്റൽ റെസൊല്യൂഷൻ എന്ന് പറയുക. ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അതായത് സിമ്പിളായിട്ട് പറയാന്ന് വെച്ചാൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, മാനേജ്മെൻറ്റിൻ്റെയും വർക്കേഴ്സിൻ്റെയും ആറ്റിറ്റ്യൂഡിൽ ചെറിയൊരു ചേഞ്ച് നമ്മൾ കൊണ്ടുവരുന്നതാണ് മെൻ്റൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ഗെയിമിഫിക്കേഷൻ? നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലെ ഒരു ടേം ആണ് കേട്ടോ. ദ ടേം ഗെയിമിഫിക്കേഷൻ വാസ് കോയിൻഡ് ബാക്ക് ഇൻ 2002 ബൈ നിക്.
എ ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആൻഡ് ഇൻവെൻറ്റർ. ഒരു ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒക്കെ ആയിട്ടുള്ള നിക് പെല്ലിംഗ് ആണ് 2002 ഗെയിമിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഫോർ ഇൻറ്റിഗ്രേറ്റിംഗ് ഗെയിം മെക്കാനിക്സ് ഇൻ ടു സംതിങ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ടു മോട്ടിവേറ്റ് ദ പാർട്ടിസിപ്പേഷൻ, എൻഗേജ്മെൻറ്റ് ആൻഡ് ലോയാലിറ്റി. അതായത് നിലവിലുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ ആയിരിക്കാം, ഓക്കെ, നിലവിലുള്ള കാര്യങ്ങളായിരിക്കാം, അതിൽ ഗെയിം മെക്കാനിക്സ് കൂടി കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എന്താവുന്നു, എനർജറ്റിക് ആവുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആവുന്നു, നമ്മൾ ഒരുപാട് എൻഗേജ്ഡ് ആയിട്ട് അതിലിരിക്കുന്നു, ഇല്ലേ, എൻഗേജ്മെൻറ്റ് കൂട്ടുന്നു. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബിസിനസ്സിലും വരുത്താൻ വേണ്ടിയിട്ട് നിലവിലുള്ള ടേംസിൽ അല്ലെങ്കിൽ നിലവിലുള്ള പ്രാക്ടീസിൽ ഗെയിമിൻ്റെ ഒരു ടേമും കൂടി കൊണ്ടുവരുന്നു, ഗെയിം മെക്കാനിക്സ് കൂടി കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാർട്ടിസിപ്പേഷൻ കൂടുക, എൻഗേജ്മെൻറ്റ് കൂടുക, ലോയാലിറ്റി കൂടുക എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ചില കാര്യങ്ങളിൽ ഗെയിം മെക്കാനിക്സ് കൊണ്ടുവരുന്നതിനെയാണ്, അപ്പോൾ ഇതിനെയാണ് ഗെയിമിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഗെയിമിഫിക്കേഷൻ കഴിഞ്ഞു. വാട്ട് ഈസ് മാനേജ്മെന്റ് ബൈ പാർട്ടിസിപ്പേഷൻ? ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ് പേജ് നമ്പർ 45. മാനേജ്മെന്റ് ബൈ പാർട്ടിസിപ്പേഷൻ ഈസ് വൺ ഓഫ് ദ മോട്ടിവേഷണൽ ടെക്നിക്സ് എയിംഡ് അറ്റ് ആക്ടിവേറ്റിംഗ് ആൻഡ് എൻഗേജിംഗ് എംപ്ലോയീസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മീറ്റിംഗ് ദെയർ ഹയർ ഓർഡർ നീഡ്സ്. മാനേജ്മെന്റ് ബൈ പാർട്ടിസിപ്പേഷൻ, നമ്മുടെ എംപ്ലോയീസിനെയും കൂടി മാനേജ്മെന്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക, അവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടി നമ്മൾ കൊണ്ടുവരുത്തുക. അതാണ് മാനേജ്മെൻറ്റ് ബൈ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇറ്റ് ഈസ് എ ടെക്നിക് എയിംഡ് അറ്റ് ആക്ടിവേറ്റിംഗ് ആൻഡ് എൻഗേജിങ് എംപ്ലോയീസ്. അവരെയും കൂടി നമ്മളൊന്ന് ആക്റ്റീവ് ആക്കി എൻഗേജ് ചെയ്ത് നിർത്തുക. എംപ്ലോയി ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ മാനേജ്മെന്റ് പ്രോസസ് ആൻഡ് ഹാസ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അവരുടെ ആ ഒരു ഇൻവോൾവ്മെന്റ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ കൂടി കൊണ്ടുവരുന്നതാണ് മാനേജ്മെന്റ് ബൈ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഈ മാനേജ്മെന്റ് ബൈ പാർട്ടിസിപ്പേഷൻ, MBO, മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടേംസ് ആണ് കേട്ടോ. ദെൻ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവാണ്. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മോട്ടിവേഷൻ. ഇത്ര നേരം പറഞ്ഞിരുന്നത് വാട്ട് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഡിഫൈൻ ബിസിനസ് എത്തിക്സും ഡിഫൈൻ മോട്ടിവേഷനും, ഡിഫൈൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനേഷനാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ടേമിൽ എഴുതിയിട്ട് യാതൊരു കാര്യവുമില്ല. ഡിഫൈൻ എന്ന് കണ്ട അവിടെ ഡെഫിനേഷനാണ് എഴുതേണ്ടത്. അക്കോർഡിംഗ് ടു ഇന്ന ആള് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറില്ലേ, ഒരു ആളുടെ പേരൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഡെഫിനേഷനാണ് ഡിഫൈൻ എന്ന് കണ്ട ഉദ്ദേശിക്കുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ബാക്കി ഏത് ക്വസ്റ്റ്യനിലും നിങ്ങൾ തള്ളി മറിച്ച് എഴുതിക്കോ, പക്ഷേ ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഡെഫിനേഷൻ തന്നെ എഴുതുക. നിങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിക്കോ. വല്ല 1/2 മാർക്ക് 1 മാർക്കൊക്കെ കിട്ടുമായിരിക്കാം വേണമെങ്കിൽ, അറിയില്ല എനിക്ക്. പക്ഷേ കറക്റ്റ് ഡെഫിനേഷനാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷേ വിട്ട് കളയരുത്, അയ്യോ എനിക്ക് ഡെഫിനേഷൻ അറിയില്ലല്ലോ, ഇനിയിപ്പോൾ അത് എഴുതിയിട്ടും കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ട് കളയണ്ട, നിങ്ങളത് എഴുതിക്കോ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ മോട്ടിവേഷൻ്റെ ചാപ്റ്ററിൽ തന്നെയാണ് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വില്യം ജി സ്കോട്ടിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. മോട്ടിവേഷൻ മീൻസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസയേർഡ് ഗോള്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ആളുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുന്നതാണ് മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡെഫിനേഷൻ പഠിച്ചോ? അല്ലെങ്കിൽ തൊട്ട് മുകളിൽ ഒരു ഡെഫിനേഷൻ ഉണ്ട്, താഴെയുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കാം. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 15 ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാണ്. ലാസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ 2 മാർക്കിൻ്റെ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിരുന്നു അല്ലേ. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. ഫസ്റ്റ് വരുന്നത് കേസൻ ആണ്. അപ്പം നിങ്ങൾ ആദ്യം എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേസൻ സ്ട്രാറ്റജീൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് മസാക്കി ഇമായി ആണ്. അപ്പം അദ്ദേഹമാണ് 1986 ഇത്തരത്തിലുള്ള ഒരു ടേം കൊണ്ടുവരുന്നത്. ഇതൊരു ജാപ്പനീസ് ടേം ആണ്. ഓക്കെ, അപ്പം അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഓഫ് ജാപ്പനീസ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കേസൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻ ലേമാൻസ് ലാംഗ്വേജ് സാധാരണഗതിയിൽ പറയാൻ വെച്ചാൽ, കേസൻ ബ്രിങ്സ് കണ്ടിന്യൂസ് സ്മോൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഓവറോൾ പ്രോസസ് ആൻഡ് ഇവൻച്വലി എയിംസ് ടുവേർഡ്സ് ഓർഗനൈസേഷൻ സക്സസ്. ഒരു ഓർഗനൈസേഷനിൽ പെട്ടെന്നൊരു വലിയൊരു സംഭവം കൊണ്ടുവരുന്നതിലല്ലാതെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നു.
പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്താതെ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ്, കുഞ്ഞു കുഞ്ഞു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു എയിം അച്ചീവ് ചെയ്യുക, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനെയാണ് കെയ്സൺ എന്ന് പറയുന്നത്. ആ ഒരു സ്ട്രാറ്റജിയാണ് അവിടെ പറയുന്നത് കേട്ടോ. ജാപ്പനീസ് ഫീൽസ് ദാറ്റ് മെനി സ്മോൾ കണ്ടിന്യൂസ് ചേഞ്ചസ് ഇൻ ദ സിസ്റ്റം ആൻഡ് പോളിസീസ് ബ്രിങ് എഫക്റ്റീവ് റിസൾട്ട്സ് ദാൻ ഫ്യൂ മേജർ ചേഞ്ച് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് കുഞ്ഞു കുഞ്ഞു മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്ന് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ജാപ്പനീസ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേമാണ് കെയ്സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ടേമാണ് TQM. അതിൻ്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചേക്ക്. ഈ MBO TQM ഒക്കെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് TQM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. TQM ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഓർഗനൈസേഷൻ എഫേർട്ട് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എവറി ലെവൽ. നമ്മൾ ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലാസ്റ്റ് ലോവർ ലെവൽ ഉണ്ട്. അപ്പം ഈ എല്ലാ ലെവലിലെയും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, TQM ഈസ് അഡോപ്റ്റഡ് ടു മീറ്റ് ദ ക്വാളിറ്റി എക്സ്പെക്ടേഷൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ്. സോ ഇറ്റ് ഈസ് കോൾഡ് കസ്റ്റമേഴ്സ് ഡിഫൈൻഡ് ക്വാളിറ്റി. അതായത് കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്, പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിൽ കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എത്തിപ്പെടാൻ വേണ്ടി നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ മൊത്തം നമ്മൾ ക്വാളിറ്റി കൊണ്ടുവരികയാണ്. എല്ലാ ലെവൽസിലും നമ്മൾ ക്വാളിറ്റി കൊണ്ടുവന്ന് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്ന ആ ഒരു ക്വാളിറ്റി അവരിലോട്ട് എത്തിക്കാം. അതാണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടേമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാലോ. നെക്സ്റ്റ് വണ്ണാണ് TPM. ഫുൾ ഫോം പഠിക്കുക. TPMന്റെ ഫുൾ ഫോമാണ് ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് ഈസ് ആൻ ഇന്നോവേറ്റീവ് ജാപ്പനീസ് കൺസെപ്റ്റ്. അതും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് കൺസെപ്റ്റ് ആണ്. ഡ്യൂറിങ് 1951 പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ജപ്പാൻ. അപ്പം ഈ ഒരു ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ് between the maintenance and production organizations to improve the product quality, reduce waste, reduce manufacturing cost, increase the equipment quality and improve the industrial state of maintenance. അതായത് നമ്മൾ മെയിനായിട്ട് നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിൻ്റെ മെയിൻ്റനൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പം നമുക്ക് പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടാക്കുന്നത് ത്രൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു മെയിൻ്റനൻസ് ആണ്. എങ്ങനെ നമ്മൾ വേസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട്, പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട്, മാനുഫാക്ചറിങ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്തുകൊണ്ട്, എക്യുപ്മെൻറ്റ് ക്വാളിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ഒരു മെയിൻ്റനൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ നടത്തുന്നു. അതാണ് ഈ ഒരു ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടേമാണ് MIS, മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് സിസ്റ്റം വിച്ച് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ടു ടേക്ക് ബെറ്റർ ഡിസിഷൻസ് ബൈ പ്രൊവൈഡിങ് ദ നെസസറി ഇൻഫോർമേഷൻ ടു മാനേജേഴ്സ്. മാനേജേഴ്സാണ് ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ അവർ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ് MIS എന്ന് പറയുന്നത്. ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ട സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അത്തരം ഒരു സെറ്റ് ഓഫ് സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടേമാണ് ISO, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 23 ഫെബ്രുവരി 1947 ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഈസ് ദ നാഷണൽ സ്റ്റാൻഡേർഡ് ബോഡി ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റഡ് ആൻഡ് ഓൺ ISO. നമ്മുടെ ഇന്ത്യയുടെ എന്താ പറയുക സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ, BIS. അതാണ് നമ്മുടെ ഇന്ത്യൻ ഇതിൻ്റെ ISOൻ്റെ ടേം എന്ന് പറയുന്നത്. ഇനി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് 90 കൺട്രീസ്, 90 കൺട്രീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇതിൽ വരുന്നുണ്ട്. ISO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ISO, the International Organization for Standardization, is a non-profit organization that develops and publish the standards virtually every possible sort, ranking from standards for information. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡിലാണ്. ISO എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക. ഈ ISO ഉണ്ടെങ്കിൽ ആ ഒരു കമ്പനി സ്റ്റാൻഡേർഡ് കമ്പനിയാണ്. സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും, അവരുടെ മാനുഫാക്ചറിങ് പ്രോസസ്സ്, സർവീസ് ഓർ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ പക്ക സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്നതാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതാണ് ISO സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത്.
ഇനി ഇതിൽ വരുന്നത് ചേഞ്ച് മാനേജ്മെന്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വരുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. സ്ട്രെസ് ഈസ് എ മെന്റൽ ടെൻഷൻ കോസ്ഡ് ബൈ ഡിമാൻഡിങ്, ടാക്സിങ് ഓർ ബേർഡൻ സം സർക്കംസ്റ്റൻസസ്. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഒരു മെന്റൽ ടെൻഷനാണ്. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് refers to the wide spectrum of techniques and psychotherapies aimed at controlling a person's level of stress, especially chronic stress, usually for the purpose of improving everyday functioning. അതായത് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരാൾക്ക് വരാവുന്ന മെൻ്റൽ ടെൻഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യാം. അങ്ങനെ ടെൻഷൻ വരുമ്പോൾ അതൊന്ന് കുറയ്ക്കുക, അതിൻ്റെ ലെവൽ കുറച്ച് അവർക്ക് വേണ്ട എന്താ പറയുക തെറാപ്പി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഫോർ ഹെൽത്തി ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പിന്. അപ്പോൾ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുക, അതന്നെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫിഷ് ബോൺ ഡയഗ്രം ആണ്. ഞാനൊക്കെ എഴുതിയ എക്സാമിന് ഫിഷ് ബോൺ ഡയഗ്രം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് ഷോർട്ടസ് ആയിട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിഷിൻ്റെ ആ ഡയഗ്രം ഒക്കെ വരച്ചു വയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഫിഷ് ബോൺ ഡയഗ്രത്തിൽ പറയുന്നത് ഫിഷ് ബോൺ ഡയഗ്രം ആർ കോസൽ ഡയഗ്രംസ് ആണ്. അതായത് കോസ് ആൻഡ് എഫക്റ്റ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ്. എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, ഒരു പ്രോബ്ലം സംഭവിക്കാൻ ഒരു കാരണം വേണം അല്ലേ, ദെൻ അത് സംഭവിച്ചു കഴിഞ്ഞാലുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും. സോ അത്തരത്തിൽ കോസ് ആൻഡ് എഫക്റ്റ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഫിഷ് ബോൺ ഡയഗ്രം എന്ന് പറയുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൗറു ഇഷിക്കാവ ഇൻ 1968. പേര് നിങ്ങൾ എങ്ങനെയാണെങ്കിലും പ്രൊനൗൺസ് ചെയ്തോളൂ. അപ്പം ഇഷിക്കാവ വാസ് എ ജാപ്പനീസ് ക്വാളിറ്റി കൺട്രോൾ എക്സ്പേർട്ട് ആയിരുന്നു. സോ ദിസ് ഡയഗ്രം ഈസ് ഓൾസോ നോൺ ആസ് ഇഷിക്കാവ ഡയഗ്രം എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. ഹെറിംഗ് ബോൺ ഡയഗ്രം എന്നും കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രം എന്നൊക്കെ ഇതിന് പേരുകളുണ്ട് കേട്ടോ. ഇറ്റ് ഷോസ് ദ കോസ് ഓഫ് സ്പെസിഫിക് ഇവന്റ്. ഒരു ഇവന്റിന്റെ കാരണം, ഉണ്ടാവാനുള്ള കാരണം ഇതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദ ഫിഷ് ബോൺ ഡയഗ്രം ഐഡന്റിഫൈസ് മെനി പോസിബിൾ കോസസ് ഫോർ ആൻ എഫക്റ്റ് ഓർ പ്രോബ്ലം. ഒരു കാര്യം ഉണ്ടാവാനായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കുറയാൻ പല കോസസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട് ഇല്ലേ. പ്രൊഡക്ഷൻ കുറയാനായിട്ട് എംപ്ലോയീസിന്റെ മാൽ പ്രാക്ടീസസ് ആവാം, അല്ലെങ്കിൽ ഇതേപോലെ എംപ്ലോയീസിന് സ്ട്രെസ് വന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽസ് എടുത്തത് റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. പല കാരണങ്ങൾ ആ ഒരു പ്രൊഡക്ഷൻ കുറയാനുണ്ട്. അപ്പോൾ അത് കാണിക്കുന്നതാണ്. ഒരു കാര്യം സംഭവിക്കാൻ ഒരു കാരണമല്ല, പല കാരണങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന ഡയഗ്രമാണ് ഫിഷ് ബോൺ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു ഫിഷിൻ്റെ ഷേപ്പിലായിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് അതിനങ്ങനെ പേര് വരുന്നത് കേട്ടോ. ദ ഡയഗ്രം ഇൻക്ലൂഡ്സ് എ സെൻട്രൽ സ്പൈൻ ഉണ്ടായിരിക്കും, അതിന് സെവറൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും, വിച്ച് റിസംബിൾസ് ലൈക്ക് എ ഫിഷ് സ്കെൽട്ടൺ. ഒരു ഫിഷിൻ്റെ മീൻ മുള്ളു പോലെയാണ് അതിരിക്കുന്നത്, മീനല്ല മീനിൻ്റെ മുള്ളു പോലെ. സോ ദിസ് ഡയഗ്രം ഈസ് യൂസ്ഡ് ഇൻ പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ് ടു ഐഡൻറ്റിഫൈ all of the contributing root causes likely to be causing a problem. പ്രോബ്ലം സംഭവിക്കാൻ ഒരു കാരണം മാത്രമല്ല, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. ദെൻ നമുക്ക് അതിന് പല വഴികളിലൂടെ നമുക്കത് സോൾവ് ചെയ്യാം എന്ന് ഈ ഒരു ഡയഗ്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. 2 മാർക്കിന് ഫിഷ് ബോൺ ഡയഗ്രം ചോദിച്ചാൽ നിങ്ങളിത് വരച്ചു വെച്ചോ. ചിലപ്പോൾ എഴുതിയിരിക്കുന്നത് പൊട്ടത്തരാണെങ്കിലും ഈ ഒരു പിക്ക് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് മാർക്ക് തന്നോട്ടെ, ഡയഗ്രം കണ്ടിട്ടെങ്കിലും മാർക്ക് തന്നോട്ടെ. 2 മാർക്കിന് ചോദിച്ചാൽ എഴുതി വയ്ക്കുക, ഷോർട്ടേഴ്സേക്ക് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇതൊന്നും വരച്ചു വയ്ക്കുക കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഡയഗ്രം. ഇതിൻ്റെ ഈ ഒരു ഹെഡ് പോർഷനിലായിരിക്കും പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരിക്കുക. ദെൻ അതിനൊരു സ്പൈനൽ ഉണ്ടായിരിക്കും, ദെൻ ഒരുപാട് ബ്രാഞ്ചസിലാണ് ഓരോരോ കാരണങ്ങൾ, ഈ ഒരു പ്രോബ്ലം സംഭവിക്കാനുള്ള ഓരോരോ കാരണങ്ങൾ ഇവിടെയായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് ടേം ആണ് ഹോളാക്രസി. ഹോളാക്രസി വാസ് ഇൻവെന്റഡ് ബൈ ബ്രിയാൻ റോബർട്ട്സൺ, എ 35-year-old former programmer. Holacracy is a method of decentralized management and organizational governance in which authority and decision making are distributed throughout a hierarchy of self-organizing teams rather than being vested in a മാനേജ്മെൻറ്റ് ഹൈറാർക്കി. അതായത് താഴേക്കുള്ള ലെവലിലേക്കും കൂടിയിട്ട് ലോവർ ലെവൽസിലോട്ടും കൂടിയിട്ട് നമ്മുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി കൈമാറുന്നതാണ് ഹോളാക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ത്രൂ ഔട്ട് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഡിഫൈൻസ് പീപ്പിൾ നോട്ട് ബൈ ഹൈറാർക്കി ആൻഡ് ടൈറ്റിൽസ് ബട്ട് ബൈ റോൾസ്. മുകളിലുള്ളവർ മാത്രമല്ല താഴെയുള്ള ലെവലിലുള്ളവരിലോട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നമ്മൾ അസൈൻ ചെയ്ത് താഴോട്ടും കൂടി കൊടുക്കുന്നതാണ് ഹോളാക്രസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് നെക്സ്റ്റ്, റാങ്ക് ആൻഡ് യാങ്ക് എന്ന് പറഞ്ഞൊരു ടേമും കൂടി ഉണ്ട്. റാങ്ക് ആൻഡ് യാങ്ക് ഈസ് എ ടേം യൂസ് ടു ഡിസ്ക്രൈബ് എ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി റാങ്ക്സ് ഇറ്റ്സ് എംപ്ലോയീസ് അഗൈൻസ്റ്റ് ഈച്ച് അതർ
ആൻഡ് ടെർമിനേറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ അറ്റ് ദ ലോവസ്റ്റ് എൻഡ് ഓഫ് ദ റാങ്കിങ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു 10 പേരുണ്ടെങ്കിൽ അവർ നമ്മൾ റാങ്ക് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യുന്നവർ, കുറച്ചും കൂടി കുറവ് ജോലി ചെയ്യുന്നവർ, ഏറ്റവും മോശമായിട്ട് ജോലി ചെയ്യുന്നവർ, അങ്ങനെ റാങ്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മോശമായിട്ട് ജോലി ചെയ്യുന്നവരെ നമ്മുടെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുക. എന്നിട്ട് നല്ലവരെ മാത്രം നമ്മുടെ കമ്പനിയിൽ നിർത്തുക. ഇതാണ് റാങ്ക് ആൻഡ് യാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിലൂടെ റീപ്ലേസിങ് ദം വിത്ത് ബെസ്റ്റ് പെർഫോമേഴ്സ്, നമ്മൾ ഒഴിവാക്കി കളഞ്ഞില്ലേ. ഇപ്പോൾ 10 പേരെ ഞാൻ റാങ്ക് ചെയ്തപ്പോൾ അതിൽ 3 പേര് വളരെ മോശമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരെ എലിമിനേറ്റ് ചെയ്തു, നമ്മുടെ കമ്പനിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിട്ടു. ദെൻ അവർക്ക് പകരം ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന 3 ആൾക്കാരെ കമ്പനിയിലോട്ട് എടുക്കുക. സോ ദ കമ്പനി വിൽ എൻഡ് അപ്പ് വിത്ത് എ ബെറ്റർ വർക്ക് ഫോഴ്സ്. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇത് അച്ചീവ് ചെയ്യാനായിട്ട്, ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് 20% ഓഫ് ടൈമാണ്. 20% ഓഫ് ടൈം ഈസ് എ പോളിസി വിച്ച് അലോസ് ദ എംപ്ലോയീസ് ടു വർക്ക് ഓൺ വാട്ട് എവർ ദേ വാണ്ട് ഫോർ 20% ഓഫ് ദെയർ ടൈം ഓൺ ദ ജോബ്. ഇപ്പം ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ 20% സമയം കമ്പനിയുമായി ബന്ധപ്പെട്ട, എൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാമെന്ന്. ഞാൻ ചെയ്യുന്ന ആ ഒരു വർക്ക് മാത്രമല്ല, നമ്മുടെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വേറെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും 20% ഓഫ് ടൈം നമുക്കിരുന്ന് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയണേ. ഓക്കെ, അതാണ് 20% ഓഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ഗെയിമിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് ടോപ്പിക്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഫ്ലെക്സി വർക്കിംഗ് ആണ്. ഫ്ലെക്സി വർക്കിംഗ് ഈസ് എ വേ ഓഫ് വർക്കിംഗ് ദാറ്റ് ഈസ് അഡാപ്റ്റഡ് to suit the employees' needs and is an alternative to traditional set of working hours. It could include working from home or flexible start and finish times. ഫ്ലെക്സി വർക്കിംഗ് എന്ന് വെച്ചാൽ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ചോയ്സ്. അതാണ് ഫ്ലെക്സി വർക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമ്മൾ അതാ കണ്ടേ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും. പിന്നെ ഇടയത് ചാപ്റ്റേഴ്സിൽ നിന്നും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റും ലാസ്റ്റും ചാപ്റ്റർ വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതാണ് ഞാൻ ലാസ്റ്റ് ചാപ്റ്ററും കൂടി ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിരുന്നോ, എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണോ, ഷോർട്ടസ്റ്റ് എസ്സേ ഞാൻ ചെയ്യുന്നുണ്ട്. ദെൻ എന്തെങ്കിലും കമൻറ്റ്സ്, കാര്യങ്ങൾ, ഒപ്പീനിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ചാനൽ ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.